ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. MRC ഗ്യാങ് എന്ന് പറയുന്ന തൊപ്പി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ ഒരു ഓൺലൈൻ അതിൽപ്പെട്ട മമ്മു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നടന്നൊരു ഇന്റർവ്യൂ, വെറൈറ്റി മീഡിയ നടത്തിയ ഇന്റർവ്യൂ ഇപ്പോൾ ചർച്ചകളിലുണ്ട്. സാധാരണഗതിയിൽ ഇതുപോലുള്ള ഒരു പാരലൽ വേൾഡിലെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കണം. ഒന്ന് നമുക്ക് ഇപ്പൊ തൊപ്പി എന്ന് പറയുന്ന ആള് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ഡിസ്ക്രിപ്ഷനാണ് എന്ത് കാണണം എന്ത് കാണണ്ടെന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കാണാൻ ആഗ്രഹമില്ല. അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനുള്ള വലിയ ധാരണയില്ല. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ ഇന്റർവ്യൂവിൽ ഇതുപോലെ ഈ നമ്മൾ പറയുന്ന ഒരു ജെൻസി അല്ലെങ്കിൽ ഒരു മില്ലേനിയം കിഡ് വേഴ്സസ് 2K കിഡ്സ് എന്ന് ജെൻസി എന്നൊക്കെ പറയുന്ന ഒരു കമ്പാരിസണിൽ ജെൻസി എന്ന ആളുകൾക്കൊക്കെ കുറെ കൂടെ അപ്പീൽ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരം ആളുകളിലേക്ക് വളരെ തെറ്റായ ഒരു മെസ്സേജ് അല്ലെങ്കിൽ വളരെ തെറ്റായ ഒരു നോർമലൈസേഷൻ കൊണ്ട് കൊടുക്കുന്നതിൽ ആ ഇന്റർവ്യൂ വലിയൊരു പങ്ക് വഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ വളരെയധികം ആ ഇന്റർവ്യൂ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിലെ ചില കാര്യങ്ങളാണ് നമ്മൾ റിയാക്ഷൻ ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് വന്നിരിക്കുന്ന ഒരു മാറ്റം കൂടി ഞാൻ ശ്രദ്ധിക്കുകയാണ്. ആദ്യത്തെ കാലത്തേക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധരായ വ്യക്തികൾ, പ്രധാനമായിട്ടും ആളുകൾ അന്ന് കാണാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു സംഭവം സിനിമാ താരങ്ങളുമായി നടന്നിരുന്ന ഇന്റർവ്യൂസ് ആണ്. എന്നിരുന്നാൽ തന്നെയും മറ്റ് മേഖലകളിൽ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടമുണ്ടാക്കിയ ആളുകൾ കായിക രംഗത്ത്, കലാരംഗത്ത്, സാങ്കേതിക രംഗത്ത്, തൊഴിൽ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളുമായിട്ടൊക്കെയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്ന സംഭവം നടന്നിരുന്നത്. ഈ നേട്ടങ്ങളൊക്കെ വരുമ്പോൾ അത്തരം ഇന്റർവ്യൂകൾ ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ഒരു ചെറിയ മാറ്റം വന്നു. പ്രത്യേകിച്ച് ഈ വാർത്താധിഷ്ഠിത ചാനലുകളൊക്കെ വളരെ പോപ്പുലറിന് ശേഷം വിവാദമാകുന്ന ഇന്റർവ്യൂകൾ ഉണ്ടായിരുന്നു. വിവാദമായ ചോദ്യങ്ങളും വിവാദമായ ഉത്തരങ്ങളുമുള്ള ഇന്റർവ്യൂസ് ഉണ്ടായി. അതാണ് കുറെ കൂടി അപ്പീലിംഗ് ആയിട്ട് ആളുകൾക്ക് തോന്നുന്നതെന്ന് മീഡിയസ് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് അറിയില്ല. പിന്നീട് വിവാദപരമായ ഇന്റർവ്യൂസ് ആണ് അത്തരത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ പിന്നീട് ഇങ്ങോട്ട് കാണുന്നതിന്റെ ഒരു നിലവാര തകർച്ചയെന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് അറിയില്ല. പലപ്പോഴും ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിരുന്ന ഒരു സംഭവത്തിൽ നിന്നത് മാറി വിവാദങ്ങളുടെ ചോദ്യം, ചിലപ്പോൾ ഉത്തരങ്ങൾ പോലെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഉത്തരം നമുക്കൊരു റെലവെന്റ് ആയ ഒരു കാര്യം പോലെ ആയിരിക്കില്ല. അതിലും പിന്നെയും താഴേക്ക് പോയിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. അപ്പൊ റീസെന്റ് ആയിട്ട് കണ്ട ഒരു സംഭവമാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുമായിട്ട് നടന്ന ഒരു ഇന്റർവ്യൂവിൽ അതിന്റെ ആങ്കർ ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്: നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ടോ? ലഗേജുകളുമായിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്ര ലഗേജുകൾ കൊണ്ടുപോകാറുണ്ട്? ഇതൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന വ്യക്തിയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭവമാണ് എന്ന് ആങ്കർ ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതാണ്. അത് വളരെ മനോഹരമായിട്ട് സന്തോഷ് ജോർജ് അതിനൊരു കൗണ്ടർ കൊടുക്കുന്നുണ്ട്. ഞാനൊരു ട്രാവൽ വ്ലോഗർ അല്ല ഇതൊക്കെ പറയാനായിട്ട്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാലത്തെ വിശേഷങ്ങൾ, അതിന്റെ അനുഭവങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങളുമായി അദ്ദേഹം ഇടപഴകിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യമില്ല, അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ വരുന്ന ഇന്റർവ്യൂവേഴ്സാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിനൊക്കെ പിന്നെയും സഹിക്കാം. ഇന്നലെയല്ല, ഞാൻ രാവിലെയാണ് ആ ഇന്റർവ്യൂ കാണുന്നത്. ആ ഇന്റർവ്യൂ പൂർണ്ണമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു അവർ ടേക്ക് ഡൗൺ ചെയ്യുന്നു. പല ചാനലുകളായിട്ടാണ് ഞാൻ ആ ഇന്റർവ്യൂസിന്റെ ചില ഭാഗങ്ങൾ കണ്ടത്. ചോദ്യങ്ങളുടെ നിലവാരം തകർന്ന് വോയറിസം എന്താണെന്ന് പോലും അറിയാത്ത ഒരു പെൺകുട്ടിക്ക് അവരുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട ഇടങ്ങളിലേക്ക് കണ്ണെത്തിച്ചു നോക്കുന്നതിനെ, ഒളിഞ്ഞു നോട്ടത്തിനെയാണ് നമ്മൾ വോയറിസം എന്ന് പറയുന്നത്. അതെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ, അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് പോലും മനസ്സിലാക്കാതെ അതിനൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ഹീറോയിക് പരിവേഷം കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. അതിലൊരു പറയുന്ന ഒരു സംഭവമുണ്ട്. എന്തിനാണ് ചോദ്യം ചോദിക്കുന്നത്? ഒരു ടൈം പാസ്. ഒരു പെൺകുട്ടിക്ക് ടൈം പാസ്സായി കേട്ട് നിൽക്കാൻ, പെൺകുട്ടി എന്ന് പോലും ഞാൻ പറയുന്നില്ല, ഏതൊരു വ്യക്തിയായാലും ടൈം പാസ് പോലെ കേട്ടിരിക്കേണ്ട കാര്യമാണോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി? അതും ഒരു സ്ത്രീക്കെതിരെ നടക്കുന്ന ക്രൈമാണ്. അത് മനസ്സിലാക്കാതെ ടൈം പാസിന് കേൾക്കാം എന്ന് പറയുന്നിടത്തൊക്കെ ഇന്റർവ്യൂ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പരാജയം. പ്രതീക്ഷ നൽകുന്നൊരു കാര്യം, ഇതിനെ ഭൂരിഭാഗം വരുന്ന ആളുകളും വിമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തിനിങ്ങനെ സ്പേസ് കൊടുക്കുന്നു എന്ന ചോദ്യം, അതേപോലെ ഇന്റർവ്യൂവിൽ ഇത്തരം ചോദ്യങ്ങൾ ആഘോഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്ന ഒരു പരിഷ്കൃത സമൂഹം നമ്മളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്തു പോകാം. പെണ്ണിന്റെ പേരൊന്നും പറഞ്ഞില്ല. അപ്പൊ അവള് പാല് പണിക്കാൻ പോകാം. അതായത് എന്റെ മുത്തമ്മന്റെ വീട്ടിലാണ് പാല് പണിക്കാൻ പോകാം. അപ്പൊ പാല് പണിക്കാൻ വരുന്ന സമയത്ത് കണ്ടത്തിലാണ്. അപ്പൊ കണ്ടത്തിലാണ് ചെറിയൊരു ഇടവേഴിയാണ്. ആ ഇടവേഴി നിന്നാണ് എനിക്ക് ഞാൻ അവളെ കണ്ട് എന്താണ് ഏറ്റവും കൊടുത്തു മൊത്തം. അല്ല, അതായത് എനിക്ക് അന്ന് അത്ര വയസ്സില്ല, എനിക്ക് അന്നേരം 15-16 ടൈം വയസ്സേ ഉള്ളൂ. ഒരു പെൺകുട്ടിയെ ഒരു കാരണമില്ലാതെ അടിച്ചതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. മൂളി കേട്ടുകൊണ്ടിരിക്കുകയാണ് ആങ്കർ. ആ ആങ്കറിന് അതിനകത്തൊരു പ്രശ്നം തോന്നിയില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു കാലഘട്ടം വരെ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു പെൺകുട്ടിയെ അടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കറക്ഷൻ നൽകും, അല്ലെങ്കിൽ അതൊരു ഹീറോയിക്കായുള്ള സംഭവമാണ്. ഇപ്പൊ മമ്മൂട്ടി തന്റെ സബോർഡിനേറ്റിനെ തല്ലുന്ന രംഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലാപ്പ് ചെയ്യും. അതേപോലെ തന്നെ കഥാനായകൻ എന്ന സിനിമയിൽ ദിവ്യാവിനെ അവതരിപ്പിച്ച കഥാപാത്രം ജയറാമിന്റെ കഥാപാത്രത്തോട് മാപ്പ് പറയുന്ന ഒരു രംഗമുണ്ട്. അതിൽ പറയുന്ന വാക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്: എന്നെ തല്ലാനും ശകാരിക്കാനും അവകാശമുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാ പറയുന്നത്. ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രം ദിവ്യാവിന്റെ മുറച്ചെറുക്കനാണ്. അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക്, അല്ലെങ്കിൽ മുറച്ചെറുക്കന്, അല്ലെങ്കിൽ കസിൻ ആയിക്കോട്ടെ, അയാൾക്ക് എന്നെ തല്ലാനും
ശകാരിക്കാനുമുള്ള അവകാശമുണ്ട്. ഈ തല്ലാനുള്ള അവകാശത്തെ അങ്ങോട്ട് എടുത്തു വെച്ച് കൊടുക്കുകയാണ്. അന്നുണ്ടായിരുന്നൊരു നോർമൽ, ഒരു 28 വർഷം മുന്നുള്ള കാര്യമാണ് എനിക്ക് പറയുന്നത്. അന്നുണ്ടായിരുന്ന സമൂഹത്തിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. അതിപ്പോഴും ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അത് ചോദിക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യം ഈ പെണ്ണ് ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് അവൻ വിശദീകരിക്കുന്ന ഭാഗം അതിനേക്കാൾ ഭീകരമാണ്. പക്ഷെ ആൾക്കാരോളെ വീട്ടിലെ ആൾക്കാരെല്ലാം പറഞ്ഞാൽ എനിക്ക് വിരാന്താന്ന് അയോണ്ട് ഈ കടിച്ചിട്ടുണ്ടാവും, അതിനോളെ 4 മണിക്കൊന്നും വേണ്ട ഇങ്ങനെ. പക്ഷെ ഇപ്പോൾ അവള് കാണലുണ്ട്. അല്ല, അന്ന് ആ ടൈമിൽ കണ്ടിട്ടില്ല, അതിനുശേഷം കണ്ടിട്ടില്ലുണ്ട്. ഒരു വീട്ടുകാർ കൊടുത്ത റെസ്പോൺസിനെ കുറിച്ചാണ് പറയുന്നത്. അവന് പ്രാന്തായിരിക്കും എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു എന്നുള്ളതാണ്. ഇതിന്റെ തുടർച്ചയിൽ ഈ ഇന്റർവ്യൂവർ പറയുന്നൊരു കാര്യമുണ്ട്. ഓ പാവമല്ലേ, നമ്മൾക്ക് വേണ്ട ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന പെൺകുട്ടിയല്ലേ. ഒരു കല്യാണ ആലോചനയുമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് പെൺകുട്ടി? ഓ ആള് പാവം, ക്രിക്കറ്റ് കുത്തിയാൽ മിണ്ടില്ല. ക്രിക്കറ്റ് കുത്തുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് നോക്കിയിട്ട് കുത്തിയ മിണ്ടില്ല, അല്ലെങ്കിൽ കർണക്കുറ്റിക്ക് അടിച്ചാൽ മിണ്ടാതെ പോകുന്നൊരു പെൺകുട്ടി. ആ ഫ്രെയിമിലുള്ള പെൺകുട്ടിയായിട്ടാണ് ഈ പെൺകുട്ടി പാവമല്ലേ എന്ന് ഈ ഇന്റർവ്യൂ നടത്തിയ പെൺകുട്ടി പാവമല്ലേ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. ഇതൊരു ജെൻസി കണ്ടു പഠിക്കേണ്ട പാഠമല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഭാഗങ്ങൾ എടുത്ത് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹീറോയിക് പരിവേഷം കൊടുത്ത് മുന്നിൽ കൊണ്ടു നിൽക്കുന്ന വ്യക്തികളൊക്കെ സമൂഹം അത് ഏത് തലമുറയിൽപ്പെട്ടവരായാലും അവഗണിച്ചു പോകേണ്ട ഒന്നാണ്. അടുത്ത വിഷയം ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വോയറിസം. ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ പറയാൻ പറ്റില്ലല്ലോ. അതായത് എനിക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ഒരു ക്യൂരിയോസിറ്റി, ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ത്വര. ഇത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല, ഉണ്ട് കേട്ടോ. കാരണം നമ്മൾക്ക് ഈ മറച്ചു വെച്ചിരിക്കപ്പെട്ട സംഗതികൾ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്നുള്ള ഭാഗം ഇവർ പറയുന്നത് ശരിയാണ്. നമ്മളുടെയൊക്കെ ടീനേജിൽ ഇത്തരം കാര്യങ്ങൾ കേട്ടുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. വീണ്ടും ചോദിക്കാതൊരു ചോദ്യമാണ്, ഇപ്പൊ മമ്മൂദ് പറയുമ്പോൾ ഇതൊക്കെ ആൾക്കാർ വിമർശിക്കുന്നു, ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലേ? സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇന്റർവ്യൂവിന്റെ പ്രശ്നം എന്താണ്? ഇന്റർവ്യൂ പറഞ്ഞു വെക്കുന്നത് അതൊരു ഹീറോയിക് ചിന്താഗതിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പെൺകുട്ടി ഇതറിയാനുള്ള ആഗ്രഹം കൊണ്ട് അതിന്റെ പിന്നാലെ നടന്ന് കൂടുതൽ ചോദ്യങ്ങൾ ആഡ് ചെയ്യാണ് നിന്റെ കുട്ടി. ഇതുമായിട്ട് ബന്ധപ്പെട്ടുന്ന റിപ്പോർട്ടർ ചാനലിൽ ഒരു ആങ്കർ അവതരിപ്പിച്ച പരിപാടിയുണ്ട്. ഒരു പെൺകുട്ടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്തരത്തിൽ ഒരു ഒളിഞ്ഞു നോട്ടത്തിന് വിധേയമാകുന്ന പെൺകുട്ടി അവൾ അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട്. സമാനമായ സാഹചര്യത്തിൽ എത്തിപ്പെടുമ്പോൾ, ഒരുപക്ഷെ അതേ വാഷ്റൂമിൽ തന്നെ കയറേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അതേപോലെ തന്നെയുള്ള മറ്റൊരു വാഷ്റൂമിൽ കയറേണ്ടി വരുമ്പോൾ ആരെങ്കിലും ഒളിഞ്ഞു നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തൻ്റെ മറച്ചു വെക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ പറയാം, മനുഷ്യൻ ജനിച്ച സമയത്ത് നഗ്നനായിട്ടല്ല ജനിച്ചത്, പിന്നീടല്ല വസ്ത്രങ്ങളൊക്കെ വന്നതെന്ന് പറയാം. പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മാനസിക ചിന്താഗതിയുണ്ട്. ആ മാനസിക ചിന്താഗതിയിൽ വെച്ച് ഒരാൾ ഒളിഞ്ഞു നോക്കി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് അത്ര കണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. ആ ട്രോമ വരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ആ ട്രോമ എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ പെൺകുട്ടി തുടർന്ന് ചോദിക്കുകയാണ്, അതെങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓട് പൊളിച്ചിട്ടാണോ? എന്തായിരുന്നു ആ ചോദ്യത്തിന്റെ പ്രസക്തി? എനിക്കറിയില്ല. അതിന് നിങ്ങൾ പറഞ്ഞ റീസൺ ഒരു ടൈം പാസ് എന്നാണ്. ഓഫ്, ഭയങ്കര മാന്യാണ്. ഞങ്ങളുടെ നാട്ടിലൊരു കേടി ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ നമ്മൾ സിനിത്തിളക്കം എന്ന് പറഞ്ഞ സിനിമയിൽ കൊച്ചി ഹനീഫ് അവതരിപ്പിച്ച കഥാപാത്രം ഉണ്ടല്ലോ, ഭാസ്കരൻ, അങ്ങനെ എന്തായിട്ടുണ്ട്, ഗുണ്ടഭാസ്കരൻ. പുള്ളിക്കാരനെ പോലെ ഒരു കഥാപാത്രം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു അവസരത്തിൽ പുള്ളി പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഗുണ്ടഭാസ്കരൻ പെണ്ണു പിടിക്കും, മോഷ്ടിക്കും, തല്ലും, പക്ഷെ ചെറ്റത്തരത്തിന് ഗുണ്ടഭാസ്കരൻ നിൽക്കില്ല. ചെറ്റത്തരം എന്ന വാക്ക് തെറ്റായ പ്രയോഗമാണെന്ന് എനിക്കറിയാം. പക്ഷെ പുള്ളി പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ ഞാൻ കോട്ട് ചെയ്ത് പറഞ്ഞതാണ്. മോശമായൊരു പ്രവൃത്തിക്ക് എന്നെ കിട്ടില്ല എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവന്റെ സംഭവം കേട്ടിട്ടുണ്ടെങ്കിൽ. ആരെങ്കിലും കയറി പിടിച്ചിട്ടുണ്ട്, എന്തൊരു ചോദ്യമാണ് ആ പെണ്ണ് ചോദിക്കുന്ന ആദ്യത്തെ പ്രശ്നം. ഇതൊക്കെയാണ് നിങ്ങൾ ടൈം പാസിന് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. വോയറിസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണെന്ന് ഈ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾക്കും ഇന്റർവ്യൂ ചെയ്യുന്നവർക്കും എന്തെങ്കിലും ബോധ്യമുണ്ടോ? ഭാരതീയ ന്യായ സംഹിതയുടെ 77-ാമത്തെ സെക്ഷൻ പ്രകാരം ഒരു പെൺകുട്ടി ഒരു സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ അനുവാദമില്ലാതെ അത് കാണാൻ ശ്രമിക്കുന്നതും ആ ചിത്രം പകർത്തുന്നതും ആ ചിത്രങ്ങളോ വീഡിയോകളോ പ്രചരിപ്പിക്കുന്നതും 1 വർഷം മുതൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. സ്പെസിഫിക്കലി സെക്ഷൻ 77 BNS defines the act of voyeurism as watching, capturing of a woman engaged in a private act where she should be usually expect to be unobserved or disseminating such images. കാണപ്പെടാൻ പാടില്ല എന്ന പെൺകുട്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്വകാര്യ പ്രവർത്തികൾ, അതിപ്പോൾ കുളിക്കുന്നതാവാം,
വസ്ത്രം മാറുന്നതാവാം, എന്തുമായിക്കൊള്ളട്ടെ. ആ ഒരു അവസരത്തിൽ ആ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ആ കാഴ്ച കാണാൻ ശ്രമിക്കുന്നതും ചിത്രങ്ങൾ പകർത്തുന്നതും തെറ്റാണ്. ഇത് 18 വയസ്സിന് മുകളിലുള്ളവരുടെ കാര്യമാണ്. കൺസെന്റ് നൽകാൻ പറ്റാത്ത ഒരു പ്രായമാണ് 18 വയസ്സിന് താഴെയുള്ള പ്രായം. ആ പ്രായത്തിലുള്ള ആരെങ്കിലുമാണ് ഈ പറയുന്ന മമ്മു വോയറിസം എന്ന ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വിധേയമാക്കിയിട്ടുള്ളതെങ്കിൽ അത് ഈ പറയുന്ന 1 തുടങ്ങി 3 വർഷം വരെയുള്ള സംഗതികളൊന്നും നിൽക്കില്ല. ആ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഈ ഇന്റർവ്യൂവിൽ ഇരുന്ന് ഗ്ലോറിഫൈ ചെയ്യുന്നത്. കഷ്ടമെന്നേ പറയാനുള്ളൂ. എന്താണ് ഈ സംഭവങ്ങളിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.